അങ്ങനെ ബി ജെ പി അക്കൗണ്ട് തുറന്നു. നേരത്തെ ആ രാജഗോപാലിലൂടെ നേമത്ത് അക്കൗണ്ട് തുറന്ന ബി ജെ പി പിന്നെ അടുത്ത തെരഞ്ഞെടുപ്പിൽ ശിവൻകുട്ടി ഭഗവതനെ അക്കൗണ്ട് പൂട്ടിച്ചു. അതിനുശേഷം ഒരക്കൗണ്ടല്ല 3 അക്കൗണ്ടാണ് തുടങ്ങുന്നത്. വി മുരളീധരൻ കഴക്കൂട്ടത്ത്, നേമത്ത് രാജീവ് ചന്ദ്രശേഖർ, അതുപോലെ നമ്മളെ ഞെട്ടിപ്പിച്ചൊരു വിജയമായിരുന്നു ചാത്തന്നൂരിലെ വിജയം. എനിക്ക് ഏറ്റവും വലിയ പ്രത്യേകതയും ബി ജെ പിയിലെ താരവുമായി തോന്നിയത് ബി ഗോപകുമാറിൻ്റെ വിജയം തന്നെയാണ്. കാരണം ആരും അങ്ങനെ പറഞ്ഞില്ല. ഈ പ്രാവശ്യവും ബി ഗോപകുമാർ 2ാം സ്ഥാനത്തേക്ക് വരും എന്നൊക്കെയായിരുന്നു എല്ലാവരും കരുതിയിരുന്നത്. എല്ലാവരുടെയും പ്രതീക്ഷ ബി ജെ പി 4 സീറ്റെങ്കിലും നേടും. ആ 4 സീറ്റ് ഒന്ന് പാലക്കാട് ശോഭാ സുരേന്ദ്രനും മഞ്ചേശ്വരത്ത് സുരേന്ദ്രനും വിജയിക്കുമെന്നൊക്കെയായിരുന്നു കരുതിയത്. പിന്നെ വട്ടിയൂർക്കാവ് ശ്രീലേഖയൊക്കെ പറഞ്ഞു. പക്ഷേ അങ്ങനെയൊന്നും നടന്നില്ല. അക്കൗണ്ട് തുറന്നത് എന്ന് പറയുന്നത് ചാത്തന്നൂർ തന്നെയാണ്. തെരഞ്ഞെടുപ്പിൻ്റെ തുടക്കത്തിൽ ബി ജെ പി 6ഓളം സീറ്റുകൾ മുമ്പിട്ട് നിൽക്കുന്നു എന്നൊക്കെ പറഞ്ഞു. എക്സിറ്റ് പോളുകളൊക്കെ വരുമ്പോൾ ചില ചാനലുകളൊക്കെ 11ഓളം സീറ്റുകൾ 15 സീറ്റൊക്കെ ബി ജെ പി നേടുമെന്നൊക്കെ പറഞ്ഞെങ്കിലും നമുക്കറിയാം, കേരളത്തിൽ താമസിക്കുന്ന നമുക്കറിയാം അത്രമേൽ പറ്റത്തില്ല എന്നൊക്കെ നമ്മൾ വിചാരിച്ചതാണ്. കൂടി വന്ന 2 സീറ്റ് അല്ലെങ്കിൽ 4 സീറ്റ് എന്നൊക്കെയായിരുന്നു നമ്മൾ വിചാരിച്ചത്. പക്ഷേ ഈ സീറ്റിൻ്റെ എണ്ണം പറയുമ്പം ഈ ചാത്തന്നൂരിലെ കാര്യം ആരും അങ്ങനെ പറഞ്ഞില്ല. ഞാൻ എൻ്റെ വീഡിയോ ചെയ്തപ്പോൾ ചാത്തന്നൂർ കൃത്യമായിട്ടുള്ളൊരു ത്രികോണ മത്സരം അല്ല, തുല്യ ശക്തികൾ തമ്മിലുള്ള പോരാട്ടമാണെന്ന് പറഞ്ഞു. CPIയുടെ സീറ്റാണ്. അവിടെ ജയലാൽ എന്ന് പറയുന്ന വ്യക്തിയായിരുന്നു കഴിഞ്ഞ 2 കൊല്ലമായിട്ട് നിന്ന് ജയിച്ചുകൊണ്ടിരുന്നത്. ഇപ്രാവശ്യം രാജേന്ദ്രനെ കണ്ടതാണ് അവിടെ നിന്നത്. അപ്പോൾ അതൊരു വിഷയമായിട്ട് മാറി. പിന്നെ ഭരണവിരുദ്ധ വികാരം എന്ന് പറയുന്ന സംഗതി നമ്മൾ ഈ 3 മണ്ഡലങ്ങൾ എടുത്ത് പരിശോധിക്കുമ്പോഴും മനസ്സിലാകും. ഭരണവിരുദ്ധ വികാരങ്ങളുടെ കൃത്യമായിട്ടുള്ള ഇത് കിട്ടിയത് ഈ 3 മണ്ഡലങ്ങളിലും ബി ജെ പിക്കാണ്. ബി ജെ പി UDF നേരിട്ട് ഏറ്റുമുട്ടിയപ്പോൾ അവിടെ ആ ഭരണവിരുദ്ധ വികാരത്തിൻ്റെ കൃത്യമായിട്ടുള്ള വോട്ട് അത് കോൺഗ്രസ്സിന് തന്നെ കിട്ടി, അല്ലെങ്കിൽ ലീഗിന് കിട്ടി, UDF അംഗങ്ങൾക്ക് കിട്ടി. പക്ഷേ ഇവിടെ സംഭവിച്ചത് എന്ന് പറയുന്നത് CPM-ഉമായിട്ട് അല്ലെങ്കിൽ CPI-യുമായിട്ട് ബി ജെ പി നേരിട്ട് ഏറ്റുമുട്ടിയപ്പോൾ അവിടെ കോൺഗ്രസ്സിന് 3ാം സ്ഥാനത്താണ്. അപ്പോൾ ഭരണവിരുദ്ധ വികാരം ഉണ്ടായ ഈ തെരഞ്ഞെടുപ്പിൽ ഏതായാലും കോൺഗ്രസ് ജയിക്കത്തില്ല. ആ സ്ഥാനത്ത് CPM-ന് എതിരായിട്ട് ആരാണോ വന്നത് അവർക്ക് വോട്ട് കൊടുക്കുക എന്നുള്ള തന്ത്രമായിരുന്നു പ്രയോഗിച്ചത്. അത് കൃത്യമായിട്ട് എല്ലാ മണ്ഡലങ്ങളിലും കാണാൻ പറ്റും. ഇപ്പോൾ നേമത്ത് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ശിവൻകുട്ടി സഖാവും രാജീവ് ചന്ദ്രശേഖരും തമ്മിലുള്ള ഏറ്റുമുട്ടലായിരുന്നു. ശബരിനാഥ് ഉണ്ട്. ശബരിനാഥ് ഒരു കാരണവശാലും ജയിക്കാൻ സാധ്യതയില്ല എന്നറിഞ്ഞുകൊണ്ട് തന്നെയാണ് ആ ഭരണവിരുദ്ധ വികാരത്തിൻ്റെ വോട്ടുകൾ അത് കൃത്യമായിട്ട് രാജീവ് ചന്ദ്രശേഖർ വന്നു ചേർന്നത്. അതുപോലെ തന്നെ കഴക്കൂട്ടവും ചാത്തന്നൂരും നേരിട്ടുള്ള ബന്ധമായിരുന്നു. ചാത്തന്നൂരിലെ കാര്യം പറയുമ്പോൾ നമ്മൾ ബാക്കി എല്ലാ മണ്ഡലങ്ങളെ പറ്റി ചർച്ച ചെയ്തിട്ടുണ്ട്. കഴക്കൂട്ടം, ഈ നിയമമൊക്കെ നമ്മൾ പലതവണ ചർച്ച ചെയ്തിട്ടുണ്ട്. പക്ഷേ ചാത്തന്നൂരിലെ കാര്യം നമ്മൾ അധികം ചർച്ച ചെയ്തിട്ടില്ല. കഴിഞ്ഞ 2 കൊല്ലം 2 തെരഞ്ഞെടുപ്പ് കാലത്തും 2ാം സ്ഥാനത്ത് വന്നത് ചാത്തന്നൂരിൽ ബി ഗോപകുമാർ തന്നെയാണ്. സംസ്ഥാന നേതാക്കന്മാർ ബി ഗോപകുമാറിനെ എത്ര പേർക്ക് അറിയാമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇപ്പം അദ്ദേഹം താരമായി. പക്ഷെ നേരത്തെ എത്ര പേർക്ക് അറിയാം, അത് ചർച്ച ചെയ്തിട്ടുണ്ടോ എന്ന് തന്നെ സംശയമാണ്. ആദ്യത്തെ തെരഞ്ഞെടുപ്പ് കാലത്ത് അദ്ദേഹം 2ാം സ്ഥാനത്ത് വന്നപ്പം ജയലാൽ എന്ന് പറയുന്ന വ്യക്തി 34,000 മുകളിൽ വോട്ടുമായിട്ടാണ് വിജയിക്കുന്നത്. രണ്ടാമത് ഈ ബി ഗോപകുമാർ തന്നെ നിന്ന് മത്സരിച്ചു 2021. ആ തെരഞ്ഞെടുപ്പിലെ ജയലാലിൻ്റെ വിജയം എന്ന് പറയുന്നത് പകുതിയായി കുറഞ്ഞു, ഏകദേശം 17,000 വോട്ടായിട്ട് കുറയുന്നു. അപ്പോൾ പടിപടിയായിട്ട് ഭൂരിപക്ഷം കുറച്ചുകൊണ്ട് വരുവാനും
കൃത്യമായിട്ട് സമയത്ത് അടിച്ചു കയറി ഒന്നാം സ്ഥാനത്തെത്താനും ഈ BB ഗോപകുമാറിന് തന്നെ കഴിഞ്ഞു. കാരണം തുടർച്ചയായിട്ട് മൂന്നാമത്തെ പ്രാവശ്യം അദ്ദേഹം മത്സരിക്കുകയും വിജയിക്കുകയും ചെയ്തു എന്നുള്ളതാണ് പ്രത്യേകത. ഏകദേശം 4000 ചില്ലാനം വോട്ടിനാണ് അദ്ദേഹം ജയിച്ചത്. കാരണം കഴിഞ്ഞ കൊല്ലം നേടിയ 17,000 വോട്ട് എന്ന് പറയുന്ന ഭീമമായ ആ ഭൂരിപക്ഷം തകർത്ത് 4000 വോട്ട് നേടുക എന്ന് പറയുമ്പോൾ ഏകദേശം 21,000 വോട്ടോളം നേടി വേണം വിജയിക്കാൻ. അത് കൃത്യമായിട്ട് BB ഗോപകുമാറിന് കഴിഞ്ഞു. അങ്ങനെ രാജഗോപാലിന് ശേഷം BJPയുടെ അക്കൗണ്ട് തുറന്നത് ചാത്തന്നൂരാണ്. അതാരും പ്രതീക്ഷിച്ചില്ല. പിന്നെ നമ്മൾ പറഞ്ഞ പോലെ തന്നെ നേമത്ത് അത് പ്രതീക്ഷിച്ചിരുന്നതാണ്. കഴക്കൂട്ടവും പ്രതീക്ഷിച്ചിരുന്നത്. കഴക്കൂട്ടത്ത് 400 ചില്ലാനം വോട്ടിൻ്റെ ഭൂരിപക്ഷമേ ഉള്ളൂ. ഭൂരിപക്ഷം എത്ര കുറഞ്ഞാലും ജയിക്കുക എന്ന് പറഞ്ഞതാണ് ഏറ്റവും പ്രാധാന്യമുള്ളത്. അങ്ങനെ BJPക്ക് 3 സീറ്റ് കേരളത്തിൽ കിട്ടി. UDF തരംഗത്തിനിടയിലും ഇതും BJPയെ സംബന്ധിച്ച് വൻ വിജയമാണ്. പിന്നെ വോട്ടിംഗ് ശതമാനത്തിൻ്റെ കണക്കുകളൊന്നും കൃത്യമായിട്ട് പുറത്തു വന്നിട്ടില്ല. അങ്ങനെ നോക്കുമ്പം എത്ര ശതമാനം വോട്ട് BJP മൊത്തമായിട്ട് നേടിയെന്ന് നമുക്ക് കൃത്യമായിട്ട് അറിയില്ല. കാത്തിരുന്ന് കാണുക എന്ന് മാത്രമേ ഉള്ളൂ. ഏതായാലും BJPയുടെ വിജയത്തിൻ്റെ തുടർച്ച ഉണ്ടാകുമോ എന്നുള്ളതാണ് നമ്മളിനി നോക്കിക്കാണുന്നത്. ഒരു പരിധിവരെ BJP, ഞാൻ നേരത്തെ തന്നെ പറഞ്ഞു, BJP ഉയരാത്തതിൻ്റെ ഒന്നാമത്തെ കാരണം ഈ നേതാക്കന്മാർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഭരണമില്ലെങ്കിലും പടലപ്പിണക്കമുണ്ട്. ഞാൻ പോയില്ലെങ്കിൽ നീയും പോകണ്ട എന്നുള്ള ചിന്താഗതിയുണ്ട്. അത് പല പ്രദേശങ്ങളിലും അത് ബാധിക്കാറുണ്ട്. അങ്ങനെ കുതികാലുവെട്ടുമൊക്കെ ആയിട്ട് നിൽക്കുന്ന സമയത്താണ് 3 സീറ്റുമായിട്ട് ഇവർ ഉയർന്നു വരുന്നത്. ഇപ്പം വട്ടിയൂർക്കാവ് തന്നെ രാജീവ് ചന്ദ്രശേഖരൻ ലോക്സഭയിൽ നിന്നപ്പം 1-ാം സ്ഥാനത്ത് എത്തിയ മണ്ഡലമാണ്. അവിടെ ശ്രീലേഖ IPFനെ പോലുള്ള ഒരാളെ കൊണ്ട് നിർത്തേണ്ട കാര്യമൊന്നുമില്ല. അത് കൃത്യമായിട്ട് BJP വോട്ടുകൾ മാറിപ്പോവുകയും അത് K മുരളീധരനെ വിജയിക്കാൻ സാധ്യത ഉണ്ടാവുകയൊക്കെ ചെയ്യും. അതിനിടയിൽ പറയുന്ന വാർത്ത എന്ന് പറയുന്നത് BJPക്ക് ഭൂരിപക്ഷം കിട്ടിയ സ്ഥലത്തെല്ലാം തന്നെ കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിൽ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ BJPക്ക് ഭൂരിപക്ഷം കിട്ടിയ സ്ഥലങ്ങളിലെല്ലാം തന്നെ പ്രശാന്തിന് വോട്ട് കിട്ടിയെന്നാണ് പറയുന്നത്. അപ്പോൾ കൃത്യമായിട്ട് BJP വോട്ടുകൾ 2 പേരിലേക്ക് ഒതുങ്ങി മാറി എന്നാണ് ഇപ്പം മനസ്സിലാകുന്നത്. വരും കൊല്ലങ്ങളിൽ BJPയുടെ സാന്നിധ്യം കേരളത്തിൽ ക്ലച്ച് പിടിച്ചു വരുന്നു. അത് എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ ബാധിക്കാൻ പോകുന്നത് CPMനെ തന്നെയാണ്. കാരണം UDFൻ്റെ കയ്യിലുള്ള നായേഴ്സ് വോട്ടിലും ബാക്കി OBC വോട്ടുകളിലൊക്കെ നേരത്തെ തന്നെ BJP കൈകടത്തുകയും പരമാവധി കിട്ടാൻ പറ്റിയതൊക്കെ വലിച്ചെടുക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. പിന്നെ ഇനിയിപ്പം നോക്കുന്നത് എന്ന് പറയുന്നത് ഈഴവ കമ്മ്യൂണിറ്റിയാണ്. ഈഴവ സമുദായത്തിലെ വോട്ടുകളാണ് നോക്കുന്നത്. അത് കൃത്യമായിട്ട് അടർത്തി മാറ്റാൻ BJPക്ക് ഇപ്പം കഴിയുന്നുണ്ട്. അങ്ങനെയെങ്കിൽ ഇടതുപക്ഷത്തിൻ്റെ പരാജയം ഒരുപക്ഷെ BJPക്ക് ഗുണമായി മാറാനാണ് സാധ്യത. ഇടതുപക്ഷത്തെ സംബന്ധിച്ച് നമ്മൾ പശ്ചിമ ബംഗാളിലെയും ത്രിപുരയിലെയൊക്കെ കാര്യം എടുത്തു കഴിഞ്ഞാൽ തുടർച്ചയായിട്ട് ഭരണത്തിന് വന്നതിന് ശേഷം ആ ആലസ്യത്തിൽ പിന്നെ ജയിച്ചോളും എന്നൊക്കെ കരുതിയിരിക്കുകയും പിന്നെ തെരഞ്ഞെടുപ്പുകളിലൊക്കെ ദയനീയമായി പരാജയപ്പെടുന്ന കാഴ്ചയാണ് നമ്മൾ ബംഗാളിലും ത്രിപുരയിലും ഉള്ളത്. ആ അവസ്ഥയിലേക്ക് കേരളം മാറുമോ എന്നുള്ളത് വരും വർഷത്തെ തെരഞ്ഞെടുപ്പും ഒക്കെ നോക്കി മാത്രമേ നമുക്ക് വിലയിരുത്താൻ പറ്റൂ. അതുപോലെ ഇടതുപക്ഷം ഈ പരാജയത്തിൽ നിന്ന് പാഠം ഉൾക്കൊള്ളുമോ എന്നാണ് അറിയേണ്ടത്. അതോ അടിത്തറ ഇപ്പോഴും ഉണ്ട് എന്ന തുടുനാദം താത്വിക അവലോകനം നടത്തി പിടിച്ചു നിൽക്കുമോ എന്നുള്ളതും കണ്ടു തന്നെ അറിയണം. ഏതായാലും BJP കേരളത്തിൽ 3 സീറ്റുമായി അക്കൗണ്ട് തുറന്നു. അതിലെ താരമായി മാറിയിരിക്കുന്നത് BB ഗോപകുമാർ തന്നെയാണ്. അത് ഉറപ്പായിട്ട് പറയാം. അപ്പോൾ മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും ഞാൻ എത്താം. ഓക്കെ.